സൂയിസൈഡ് ചെയ്തവർക്കും ആത്മഹത്യ ചെയ്തവർക്കും പുറത്തു കൊടുക്കൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്. കുട്ടികൾക്ക് മെന്റൽ ഹെൽത്ത് കുറവാണ്, ഇപ്പൊ വളരെ കുറവാണ്. പണ്ടൊക്കെ നമ്മൾ SLC ചെയ്യുന്ന കാലത്ത് 210 മാർക്ക് കിട്ടിയാൽ ലോകം കീഴടക്കിയ ഫീലിംഗ് ആയിരുന്നു. 46 ലഡു 6 നമ്മൾ തന്നെ തിന്നു, ബാക്കി 40 മൊത്തം വിതരണം ചെയ്ത് ഭയങ്കര ആഘോഷമായിരുന്നു. ഇപ്പൊ 10 വിഷയത്തിൽ 9 A+ കിട്ടിയ ഒരു കുട്ടിയോട് ഒരു A മാത്രമേ ഉള്ളൂ, ഒരു A, ബാക്കി എല്ലാ A+. ആ കുട്ടിയോട് ചോദിച്ചു നോക്കി എന്തുണ്ടായിരുന്നു എക്സാം? പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല, പ്രത്യേകം ആർക്ക് റിവാലുവേഷന് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. തോറ്റ ഫീലിംഗ്. മെന്റൽ ഹെൽത്ത് കുറവായതുകൊണ്ടാണ് സൂയിസൈഡ്, ആത്മഹത്യ കൂടിയത്. അതിന് മെന്റൽ ഹെൽത്ത് കിട്ടാന് കുറെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ലീഗൽ വക്കീലിനേക്കാൾ LLB പഠിച്ച വക്കീലിനേക്കാൾ വലിയ വക്കീലായ അൽ വക്കീൽ, ഓൾ ആയ അള്ളാഹു ഉണ്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഏത് പ്രശ്നത്തെയും പ്രതിസന്ധിയെയും തരണം ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ബിസിനസ് തുടങ്ങിയിട്ട്, ജെൻസ്, ലേഡീസ്, കിഡ്സ് ഡ്രസ്സിന്റെ ഒക്കെ തുടങ്ങിയിട്ട് എന്ന് പൊട്ടിയാൽ ഗൾഫിലേക്ക് മുങ്ങും. അപ്പോഴേക്കും 36 ലക്ഷം ഇവിടെ കടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ സെക്കൻഡ് വൺ ആത്മഹത്യയാണ്. പണ്ടൊക്കെ കയറ് കെട്ടാനായിരുന്നു ഉപയോഗിച്ചത്, ഇപ്പൊ കയറല്ല. പിള്ളേർക്ക് തോന്നിയത് ജസ്റ്റ് ഒന്ന് ആത്മഹത്യ ചെയ്ത് നോക്കിയാലോ. അത്രയും സിമ്പിളായി. മലയാളി ഇങ്ങനെ മരിക്കണോ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, DC പ്രസിദ്ധീകരിച്ച് CB തോമസ് IPS ഉദ്യോഗസ്ഥൻ എഴുതിയ. അതിൽ കാണാം വിശ്വാസം കുറവുള്ള ആൾക്കാർക്കാണ് ആത്മഹത്യ കൂടുതൽ. അതിന് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ല ഇൽമു കൊടുക്കണം, മഹാന്മാരുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. അത് വേണം. ഇല്ലെങ്കിൽ ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾ ചെറുക്കായിട്ട് വരും. കാരണം ഇല്ല, മതവിദ്യാഭ്യാസം ഇല്ല. അതാണ് അതിന്റെ പ്രശ്നം. മതവിദ്യാഭ്യാസം കൊടുക്കണം.